പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് യാത്രയിലാണ്. നമ്മുടെ ഏൽലുഹ റിട്രീറ്റ് സെൻ്ററിലേക്ക് പോവാണ്. പ്രത്യേകിച്ച് ഓരോ സെൻറ്ററുകളും പ്രിയ സഹോദരങ്ങൾ ഓരോ ദേശത്തിൻ്റെ വിളക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഓരോ സെൻറ്റർ, കോട്ടയിൽ പോകാമെന്ന് പറഞ്ഞാലും ജെറുസലേമിൽ പോകാമെന്ന് പറഞ്ഞാലും അട്ടപ്പാടിയിൽ പോകാമെന്ന് പറഞ്ഞാലും ഒരു ഭയങ്കര ഒരു കൂട്ടായ്മയാണ്. കാരണം യേശുവിനെ പ്രഘോഷിക്കുന്ന ഇടങ്ങളിലുള്ള സന്ദർശനം തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ, കോഴിക്കോടാണ് പ്രാർത്ഥനയിൽ, റോഡൊക്കെ നന്നായതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് എത്തുന്നതിൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുക. അതുപോലെ ഇന്ന് നാം ധ്യാനിക്കുന്നത് ഫിലിപ്പി 2:4. ഇവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. അതായത് വചനം നമ്മളോട് പറയാണ്, എൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരാ, അപ്പുറത്ത് എൻ്റെ അയൽക്കാരൻ്റെ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ, എൻ്റെ സഹപ്രവർത്തകൻ്റെ, അവരുടെ കൂടി താല്പര്യവും പരിഗണിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവവചനം ശരിക്കും ഞാൻ എൻ്റെ മുൻപിൽ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം സ്വാർത്ഥരാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് എനിക്ക് കിട്ടുന്നത്. ഞാനിങ്ങനെ ഈ വചനം ആത്മചോദന ചെയ്യുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവ് ശരിക്കും കാണിച്ചിരുന്നത് എൻ്റെ കുറവുകളും എൻ്റെ സ്വാർത്ഥതയും എൻ്റെ എല്ലാ സാധനങ്ങളും കർത്താവ് ഈ വചനം നോക്കുമ്പോൾ സ്വന്തം താല്പര്യം മാത്രം നോക്കാനുള്ള ഒരു ഭയങ്കരമായ ത്വര ഞാൻ വചനം വെച്ച് നോക്കിയപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ളതായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ ആത്മശോധന ചെയ്ത് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഈ വചനം ആത്മശോധന ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്വന്തം കാര്യം സിന്ദാബാദ് പറഞ്ഞ് നടത്തുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവവചനത്തിൽ നിന്ന് നാം വളരെ അകലെയാണ്. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഏറ്റവും ആദ്യത്തെ പടി യേശുവെ ഞാൻ പാപിയാണെന്ന് പറയുന്നതാണ്. പാപിയാണെന്ന് പറഞ്ഞാൽ ഈശോയോട് നമ്മൾ ആത്മാർത്ഥതയോട് ഏറ്റു പറയുകയാണെങ്കിൽ ഈശോയ്ക്ക് നമ്മെ രക്ഷപ്പെടുത്താനുള്ള വഴികൾ ഒരുപാട് തുറക്കാൻ പറ്റും. ഞാനെല്ലാം തികഞ്ഞവനാണെന്ന് പറഞ്ഞാൽ ജന്മത്തിന് നീ രക്ഷപ്പെടുകയാണ്. ദൈവമേ, മറ്റുള്ളവരുടെ കാര്യത്തിൽ കുറേ കൂടി ശ്രദ്ധ, അത് പരദോഷത്തിന് വേണ്ടി ആയിരിക്കരുത്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഒപ്പം തന്നെ കർത്താവ് എൻ്റെ ബലഹീനത ഈശോയ്ക്ക് കൊടുക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് തരണം. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.